ജീവന് വേണ്ടി ആശുപത്രികളിലേക്ക് പോകുമ്പോൾ തിരികെ പെട്ടിയിൽ അയച്ചു തരുന്നു. എന്താണ് സർക്കാർ ആശുപത്രികളിലും മറ്റു ആശുപത്രികളിലും നടക്കുന്നത്? സ്വാഭാവിക മരണം എന്നുള്ളതുമായി ബന്ധപ്പെടുത്തിയാണ് രേഖകൾ തയ്യാറാക്കുന്നത്. നീതിക്ക് വേണ്ടി ഒരു വെയിലത്ത് അമ്മമാരും അച്ഛന്മാരും തെരുവിൽ യാചിക്കുകയാണ്, പ്രതിഷേധിക്കുകയാണ്. അവരുടെ കണ്ണീരിന് സർക്കാർ എന്താണ് വില കൊടുക്കുന്നത്? കഴിഞ്ഞ ഏപ്രിൽ മാസം 17-ാം തീയതി 23 എൻ്റെ മകന് ഒരു തുടയിലൊരു ചെറിയ നീരുമായിട്ട് ആസ്പത്രിയിൽ പോയതാണ്. മെഡിക്കൽ കോളേജ്, കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ആള് നടന്നു പോയതാണ്. ബസ്സിൽ കയറി നടന്ന് സ്കൂളായിട്ട് തലേ ദിവസം കൂടെ ജോലിക്ക് പോയ ആളാണ്. നീര് ചുവപ്പോ തടിപ്പോ പഴുപ്പോ ഒന്നും ഇല്ലാത്തൊരു നീര്. അത് കാണിക്കാൻ കൊണ്ടുപോയതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി അവിടെ അഡ്മിറ്റ് ആക്കണമെന്ന് അഡ്മിറ്റ് ആക്കി. അത് കഴിഞ്ഞ് അന്ന് തന്നെ സർജറി ചെയ്ത്, എന്നെ കൊണ്ട് സൈൻ ചെയ്ത് സർജറി ചെയ്ത് ഐസ് റൂമിൽ കിടത്തേണ്ട എൻ്റെ മകനെ വാർഡിൽ കൊണ്ട് കിടത്തി. വേണ്ട വിധത്തിൽ യാതൊരു ചികിത്സയും കൊടുത്തില്ല. 4-ാം പക്കം ഒരു വെട്ടിയിലാക്കി തിരിച്ചു തന്ന ആളിനെ മരിച്ചു. ചികിത്സാ പിഴവ് മൂലം മരിച്ചു. ഒരു മര്യാദയ്ക്കൊരു ഗുളിക പോലും, ആൻറ്റിബയോട്ടിക്കിൻ്റെ ഗുളിക പോലും കൊടുത്തില്ല അവർ. എന്താണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയതെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും എൻ്റെ മകന് യാതൊരു എടുത്തു പറയത്തൊക്കെ യാതൊരു അസുഖവും അറിവായ പിന്നെ ഒരു ജലദോഷമോ പനിയോ ഒന്നും വരാത്ത പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ആസ്പത്രിയിൽ കൊണ്ടുപോയി എൻ്റെ മകനെ അവർ കൊണ്ടുവന്നെന്ന് പറയാം. എന്തിനു വേണ്ടിയാണ്, ആർക്ക് വേണ്ടിയാണ് അവരങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. ആരാണ് ഇതിന്റെ പിന്നിലെന്ന് എനിക്കറിയില്ല. എന്തായാലും പോലീസിൽ പരാതി നൽകിയായിരുന്നു. എല്ലായിടത്തും പരാതി കൊടുത്തു. അതിനൊന്നും യാതൊരു നടപടിയൊന്നും ആയിട്ടില്ല ഇതുവരെ. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോ കളക്ടറേറ്റിൽ പ്രതിഷേധം നടത്തുന്നത്. അതെ. മോനെ പോസ്റ്റ്മോർട്ടം ചെയ്യണം, എന്താ സംഭവിച്ചതെന്ന് അറിയണം. അതിന് കയറി ഇറങ്ങി നടക്കാത്ത സ്ഥലമില്ല. 3-4 അന്ന് പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്യാണ്ടാണ് മറവ് ചെയ്തത്. അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തില്ല. അന്നത്തെ എൻ്റെ ഒരു സാഹചര്യം, എൻ്റെ വിഷമവും എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ആകെ ഇതായിപ്പോയി. എൻ്റെ സമനിലയൊക്കെ കിടക്കുമായിരുന്നു. അപ്പോൾ അന്ന് പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്തില്ല. പിന്നീട് തോന്നി എന്തോ ഭയങ്കര ദുരൂഹതയാണെന്ന് എൻ്റെ മകൻ്റെ മരണത്തിൽ. അതിനുവേണ്ടിയാണ് ഈ പ്രതിഷേധം നടത്തുന്നത് അല്ലേ? വേണ്ടിയാണ് ഞാൻ ഈ പ്രതിഷേധം നടത്തുന്നത്. ഇനി ഏതറ്റം വരെ പോകാമെങ്കിലും ഞാൻ പോകും. എൻ്റെ മകൻ എന്തോ സംഭവിച്ചതെന്ന് എനിക്ക്, മകന്റെ നീതിക്ക് വേണ്ടി ഏതറ്റം വരെ പോകാൻ തയ്യാറാണ്. എൻ്റെ മകൻ എന്തോ സംഭവിച്ചതെന്ന് എനിക്കറിയണം. എന്താ ചെയ്തതെന്ന് എനിക്കറിയണം. എന്തിനാ അവനെ ഇല്ലാണ്ടാക്കിയത്, അവൻ്റെ ജീവൻ ഇല്ലാണ്ടാക്കിയത് എന്തിനാണെന്ന് അറിയണം. അപ്പൊ അമ്മച്ചി ഒറ്റക്കുള്ള വീട്ടിലിപ്പോ? ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ വീട്ടിൽ. അപ്പൊ ഉപജീവനമാർഗത്തിന് എന്താ ഇപ്പൊ ചെയ്യണേ? അങ്ങനെയൊക്കെ പോകണം. പ്രത്യേകിച്ച് എനിക്ക് വിധവാ പെൻഷൻ ഉണ്ടായിരുന്നു, ഇപ്പൊ അതും കിട്ടുന്നില്ല. ഭർത്താവ് മരണപ്പെട്ടു പോയതാണ്. നിലവിൽ അമ്മച്ചിയുടെ മകനെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ അനാസ്ഥ മൂലമാണ് മരണപ്പെട്ടതെന്നാണ് അമ്മച്ചി അവകാശപ്പെടുന്നത്. അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാനൊന്നും പറ്റിയില്ല, സാഹചര്യങ്ങൾ അങ്ങനെ ആയിരുന്നു. എന്തായാലും കളക്ടർക്ക് പരാതി കൊടുത്തിട്ടും നിലവിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നും എല്ലാം അനാസ്ഥയാണ്. കളമശ്ശേരി സ്റ്റേഷനിൽ നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നും ബോഡി ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നൊക്കെയാണ് അമ്മച്ചിയുടെ ആവശ്യം. അമ്മച്ചി ഒരുപാട് സർക്കാർ ഓഫീസുകളിലും ഒരുപാട് നിയമപാലകരുടെ അടുത്തും കയറി ഇറങ്ങി നടന്നിട്ടും യാതൊരുവിധ പരിഗണനയും അമ്മച്ചിക്ക് ഉണ്ടായില്ല. ഭക്ഷണം പോലും ആഴ്ചയിൽ 2 ദിവസമൊക്കെ നിലവിൽ കഴിച്ച് ജീവിച്ചു പോകുന്നൊരു സാധുവായ അമ്മച്ചിയാണ്. അത് അമ്മച്ചിയുടെ മരണം വരെ മകൻ്റെ നീതിക്ക് വേണ്ടി പോരാടുമെന്നൊരു ആവശ്യമാണ് ഞങ്ങളോടും പറഞ്ഞേക്കുന്നത്. അതിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വെൽഫെയർ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ഉണ്ട്. നീതിക്ക് വേണ്ടി ഏതറ്റം വരെ പോകും. ഈ അമ്മച്ചിയുടെ കൂടെ ഞങ്ങൾ എപ്പോഴും ഉണ്ടാകുമെന്ന് ഞങ്ങൾ പറഞ്ഞു. എന്താ പറയാനുള്ളത്? അത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ് മരണപ്പെട്ടതാണ്. നിങ്ങളുടെ അമ്മച്ചിക്കും സംഭവം ഉണ്ടായതാണ് അല്ലേ? പിന്നെ മെറീന ചേച്ചിയുടെ മകന്റെ കേസിൽ ജില്ലാ കളക്ടർ ഇടപെടുകയും DMO കൊണ്ടൊരു അന്വേഷണം നടത്തിച്ചു. സബ് കളക്ടർ മാധവിക്കുട്ടി നടത്തിയായിരുന്നു ചാർജ് ഉണ്ടായിരുന്നു. അതിനകത്ത് നെഗ്ലിജൻസ് ശക്തമായി ഉണ്ടെന്ന് സംശയമുണ്ട് കളക്ടർക്ക്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറി DMEക്ക്. പക്ഷേ അവർ ഗണേഷ് മോഹൻ ഡോക്ടറെ റിപ്പോർട്ട് മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും DMEന്ന് കളമശ്ശേരി പ്രിൻസിപ്പലിന് വന്നിട്ടുണ്ട്. അവരാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ പോലീസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന അസുഖം മൂലം മരിച്ചാണെന്ന് പറയുന്നത്. അതെന്തായാലും അസുഖം മൂലമല്ല മരിച്ചത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കൊന്നതാണ്. മനഃപൂർവ്വം ഒരു പരിപാട്ട് പോയതാണ്. അവസാനം ബോഡിയായിട്ട് മൃതശരീരമായിട്ട് ചേച്ചിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. അപ്പം ഞങ്ങൾ ചേച്ചിയോടൊപ്പം ഉണ്ടാവും. ഞങ്ങളുടെ ജന്മേരി സംരക്ഷണ വേദിയുണ്ട്, അതുപോലെ വിമൻ ജസ്റ്റിലെ ചേച്ചിമാരുണ്ട്, ഈ സംസ്ഥാന സെക്രട്ടറി ആബിദ മാഡം ഉണ്ട്, അത് മുനീറ മാഡം ഉണ്ട്, എല്ലാവരും ഉണ്ട്. ശക്തമായ സമരങ്ങളുമായി ഏതറ്റം വരെ ഞങ്ങൾ പോകുന്നു. പിന്നെ അതുപോലെ ഞങ്ങളുടെ നീതി കിട്ടാൻ വേണ്ടി ഏതറ്റം വരെ പോകും. അതെ, ഞങ്ങളുടെ കൂട്ടായ്മയിൽ പിന്നെ മറ്റു മരണപ്പെട്ട കുടുംബങ്ങളും ഉണ്ട്, അഞ്ജിതയുണ്ട്,
ലാൽ ഹോസ്പിറ്റലിൻ്റെ അമ്മ മരണപ്പെട്ട കേസാണ്. മോളുടെ അമ്മക്ക് എന്താ സംഭവിച്ചത്? എൻ്റെ അമ്മയും ചികിത്സ പിഴവ് മൂലം മരണപ്പെട്ടതാണ്. ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജ് തന്നെ? ഇല്ല, ഞങ്ങൾ തൃശ്ശൂരാണ്. അവിടുത്തെ ലാൽ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് അമ്മ മരണപ്പെട്ടത്. അവിടുത്തെ നഴ്സുമാർ പ്രോപ്പറായിട്ടുള്ള കെയറും ഡോക്ടർ കൃത്യസമയത്ത് വരാതെയും ഞാൻ 3 വട്ടം പോയി വിളിച്ചിട്ടും അവർ തിരിഞ്ഞു നോക്കാതെ ഇരുന്ന ഒരു അവസ്ഥയിലാണ്. അമ്മ ഒരു പനിയിൽ നിന്ന് തുടങ്ങി അത് ഡെങ്കു ആണെന്ന് അവിടെ വെച്ച് സ്ഥിരീകരിച്ചിട്ടും അവർ ഡെങ്കുക്ക് വേണ്ട കൃത്യമായ ശുശ്രൂഷ അവർ നൽകിയിരുന്നില്ല. അതിനാൽ മൂലമാണ് അവരുടെ ശ്രദ്ധ പിഴവ് മൂലമാണ് എൻ്റെ അമ്മ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. എത്ര വർഷമായി അമ്മ മരിച്ചിട്ട്? വർഷമൊന്നും ആയിട്ടില്ല, 5 മാസമായിട്ടുള്ളൂ. ചികിത്സ പിഴവാണെന്ന് ഉറപ്പാണ്? അതിന്റെ ചികിത്സ കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അതും ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. 90 ദിവസത്തിനുള്ളിൽ കിട്ടേണ്ട സംഭവമാണ്. ഞങ്ങൾക്ക് സംശയമുണ്ട്. അതിനുവേണ്ടി ഞങ്ങളും പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ സമരത്തിൽ മെറിനാൻഡിയുടെ ഒപ്പം ഞങ്ങളും പങ്കുചേർന്ന് അവർക്ക് നീതി കിട്ടുന്നത് വരെ ഞങ്ങളും കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. തൃശ്ശൂർ ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു ശാന്തിവം പാലിയേറ്റീവ് ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് എൻ്റെ അമ്മ മരണപ്പെട്ടിട്ടുള്ളത്. അതിൽ മറ്റ് ചിലരും കുടുംബാംഗങ്ങളും അതിനുവേണ്ടി ഗൂഢാലോചന നടത്തിയാണ് അമ്മയുടെ മരണം ആ തരത്തിൽ സംഭവിക്കാൻ ഇടയാക്കിയിട്ടുള്ളത്. ഞാനും എൻ്റെ അമ്മയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി ഞാനും നിരവധി വാതിലുകൾ മുട്ടിയിട്ടുള്ളതാണ്. ഈ ഹോസ്പിറ്റലിൽ ഉൾപ്പെടെയുള്ള അവർക്കെതിരെയുള്ള നടപടികളുമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ സ്ഥലം പോലീസ് സ്റ്റേഷനിലും SP-ക്കും അതുകൂടാതെ DGP-ക്കും മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ കേസ് നിലനിൽക്കുന്നത്. അതുകൂടാതെ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയിൽ ഞാൻ ഇതേപോലെ പരാതികൾ സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൊക്കെ കിട്ടുന്ന നിവൃത്തികൾ എന്താണ് എന്ന് അറിഞ്ഞതിന് ശേഷം വേണം കോടതിയുടെ മുമ്പാകെ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇതിനൊരു നിവൃത്തിക്ക് വേണ്ടി കോടതിയെ സമീപിക്കാൻ എന്ന് കരുതി ഞാനിരിക്കുക. ഇവിടെ നിലവിലുള്ള എല്ലാ നിയമങ്ങളും നീതിക്ക് വേണ്ടിയുള്ളതാണ്. പക്ഷേ ഒരു അധികാര സ്ഥാനത്ത് നമ്മൾ ചെന്ന് നമ്മൾ സങ്കടം പറഞ്ഞാൽ അവരത് പരിഗണിക്കാൻ പോലും ഒരു ചെറു വിരലനക്കാൻ പോലും ഈ അധികാര സ്ഥാനങ്ങളിലുള്ളവർ തയ്യാറാകുന്നില്ല. അതുപോലെ നീതി നിഷേധിക്കപ്പെട്ട നിരവധി ആൾക്കാർ ധർമ്മസങ്കടത്തിലായാണ് അവിടെ നിന്ന് മടങ്ങിപ്പോരുന്നത്. അതുകൊണ്ട് ഇത്തരം നീതി നിഷേധിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടായ്മയിൽ ഇത്തരം ദുരിതങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ അനുഭവിക്കുന്ന ഇവരുടെ ഒപ്പം നിന്ന് ഈ നീതിക്ക് വേണ്ടി പോരാടുക എന്നുള്ള ഒറ്റ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഞാൻ ഇന്നിവിടെ ഈ കലക്ടറേറ്റ് പടിക്കൽ പ്രതിഷേധ സമരത്തിൽ ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നീതി നിഷേധിക്കപ്പെട്ട ചികിത്സാ പിഴവ് മൂലം നീതി നിഷേധിക്കപ്പെട്ട ഒരു പറ്റം വേദനയേറുന്ന മാതാവ് നഷ്ടപ്പെട്ട മക്കൾ നഷ്ടപ്പെട്ട ഒരു വിഭാഗം ആളുകളോടൊപ്പമാണ് നിൽക്കാൻ കഴിഞ്ഞതെന്ന കാര്യത്തിൽ ഒരുപാട് സങ്കടം തോന്നുകയാണ്. എന്തിനാണ് നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ പ്രവർത്തിക്കുന്നത്? ഈ നിയമ സംവിധാനങ്ങളുടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പൗരന്മാർക്ക് നീതി കിട്ടണം. കാരണം ഒരു മാതാവ് ഒരു മാതാവ് തൻ്റെ മകൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഒരുപാട് പ്രതീക്ഷയായിട്ട് ഇവിടെ ഒരു സമാധാനം കിട്ടും, ഒരു സാന്ത്വനം കിട്ടും എന്ന് വിചാരിച്ച് പോകുന്ന ഒരു മാതാവിന് പിന്നെ കാണുന്നത് ആ കുട്ടിയുടെ ചേതനേറ്റൊരു ശരീരമായി തിരിച്ചു പോകുന്ന ഒരു ഗതികേട് നമ്മുടെ ഈ രാജ്യത്തുണ്ടെങ്കിൽ അത് മാറിയേ പറ്റും. ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ എന്തിനാണുള്ളത്? ഇവിടെ സർക്കാർ എന്തിനാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്? ഇവിടെ ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു രോഗി പോകുന്നത് ആ രോഗിയെ മരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയല്ല, ആ രോഗിയെ ജീവനോടെ എടുക്കാൻ വേണ്ടി. അതുകൊണ്ട് നിയമ സംവിധാനങ്ങൾ മാറേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പാവപ്പെട്ട ആളുകൾക്കുള്ള നീതി കിട്ടാത്ത ഒരവസ്ഥയാണ്. അത് സർക്കാർ സ്ഥാപനങ്ങൾ മാത്രമല്ല, മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന പേരിലറിയപ്പെടുന്ന ഒട്ടനവധി സംവിധാനങ്ങൾ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ എല്ലാം തന്നെ ഇത്തരത്തിലുള്ള അനീതികളുടെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് മാറേണ്ടതുണ്ട്. ഇവിടുത്തെ നീതി സംവിധാനങ്ങൾ മാറി മുഴുവൻ ഇരകൾക്കും നീതി കിട്ടേണ്ടതുണ്ട്. ഇവിടുത്തെ സർക്കാർ അടക്കം വേട്ടക്കാരൊപ്പം നിൽക്കുന്ന വളരെ നീതി നിഷേധിക്കപ്പെട്ട ഒരവസ്ഥയിലാണ് നമ്മുടെ രാജ്യമുള്ളത്. അതുകൊണ്ട് മാറണമെന്നാണ് വിമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ നീതി കിട്ടുന്നവർ ഈ മുഴുവൻ ഇരകൾക്കും
എല്ലാവർക്കും നീതി കിട്ടുന്നത് വരെ ഇവരോടൊപ്പം ഏതറ്റം വരെ പോകാൻ ഞങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഓരോ അനാസ്ഥകളും ഓരോ മനുഷ്യന്റെ ജീവൻ പൊലിയുന്നതാണ്. നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടം സർക്കാർ കണ്ണടക്കാൻ പാടില്ല, കണ്ടില്ല എന്ന് നടിക്കാനും പാടില്ല. മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് വിധത്തിലാണ്, കൈപ്പിഴയാണോ മറ്റതാണോ എന്നുള്ളത് സർക്കാർ തീരുമാനിക്കേണ്ടതാണ്. സ്വാഭാവികമായിട്ടും ഓരോ ഹോസ്പിറ്റലുകളിലും കൈപ്പിഴകൾ സംഭവിക്കാറുണ്ട്. അത് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി പല മാർഗങ്ങൾ അവർ സ്വീകരിക്കുമ്പോൾ അവർക്ക് വരുന്ന ഒരു പിഴവാണ്. നിത്യവും മരണങ്ങൾ മാത്രം കൊണ്ടുവന്ന കളമശ്ശേരി മെഡിക്കൽ കോളേജ് ശവപ്പറമ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ഈ പ്രതിഷേധക്കാർ പറയുന്നത്.